Good morning, students. നമ്മൾ ഇനി അക്കൗണ്ടൻസിന്റെ രണ്ടാമത്തെ യൂണിറ്റും മൂന്നാമത്തെ യൂണിറ്റും ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾ എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ യൂണിറ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റും മൂന്നാമത്തെ യൂണിറ്റ് ഒക്കെ പഠിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ക്ലാസ് കാണാത്ത ആൾക്കാര് ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് കാണുക. നമ്മൾ ഇനി സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും ഒന്നിച്ചാണ് പറയുന്നത്. കാരണം ഇത് കുറച്ചും കൂടി ചെറിയൊരു യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് ആണ് കുറച്ചും കൂടി ലെങ്ത് ഉള്ളത്. കാരണം നമുക്കതിൽ ടേംസ് പഠിക്കാനുണ്ട്, ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും കുറച്ചും കൂടി ചെറിയ യൂണിറ്റ് ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങള്. ഇതാണ് നമ്മളുടെ തേർഡ് യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങള്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാനത് നിങ്ങൾക്ക് ഷോർട്ട് ആക്കിയിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യാ, നിങ്ങളുടെ നോട്ട് അല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്? അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. അതായത് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് കൺസെപ്റ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതില് ഒരു 6 കൺസെപ്റ്റ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര കൺസെപ്റ്റ് ആണ്? 6 കൺസെപ്റ്റ്. ഏതൊക്കെയാണത്? മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്. അപ്പോ ഈ 6 കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്താന്നുള്ളത്. ആസ് പെർ ദിസ് കൺസെപ്റ്റ്, ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ദ മണി ഓർ മണീസ് വർത്ത് ഓൺലി ക്യാൻ ബി റെക്കോർഡഡ്. അതായത് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട, ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് എന്ത്? മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ദെൻ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി, നമ്മുടെ ബിസിനസ് അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗോ ചെയ്തുകൊണ്ട് നിൽക്കും. അതായത് അത് പെട്ടെന്നൊന്നും എന്താണ് ഇല്ലാതാവില്ല. അതാണ് എന്ത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. According to this concept, it is assumed that the business unit will last for a long period. It means that the business firm will continue to carry on its activities for an indefinite period of time. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നാളെ പൂട്ടി പോണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ. നമ്മൾ എന്താണ്, അത് കുറെ കാലത്തേക്ക്, ഒരുപാട് വർഷത്തേക്ക് അത് നിലനിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് അവിടെ പറഞ്ഞത്. ദെൻ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കലണ്ടർ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം എപ്പോഴാണ്? ജാനുവരി 1 നമ്മളുടെ കലണ്ടർ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിസംബർ 31 നമ്മളുടെ കലണ്ടർ ഇയർ എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. എന്നാൽ നമ്മുടെ ബിസിനസ് നടത്തുന്ന ഒരാൾക്ക്, നമ്മളിപ്പോ ബിസിനസ്മാൻ ആണല്ലോ, നമുക്ക് എന്താണ്, നമുക്കൊരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ട്. ഇതൊരിക്കലും ജനുവരി മുതൽ ഡിസംബർ വരെ അല്ല നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ്. നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മളുടെ അക്കൗണ്ടിങ് പീരീഡ് വരുന്നത്. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ദെൻ നമുക്ക് നാലാമത്തെ കൺസെപ്റ്റ് എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഞാനൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ഈ ബിസിനസ് ചെയ്യുന്ന ആളും നമ്മുടെ ബിസിനസ്സും രണ്ടും വേറെ വേറെ ആണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത്. ഡുവൽ ആസ്പെക്ട് പറയുന്നത് എന്താണ്? ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും എല്ലാ ട്രാൻസാക്ഷൻ എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സ് ആണ് ഉള്ളത്, 2 കാര്യങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഡെബിറ്റും പിന്നെ ക്രെഡിറ്റും.
ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ദെൻ റിയലൈസേഷൻ കൺസെപ്റ്റ്, ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. എന്താണ് റിയലൈസേഷൻ കൺസെപ്റ്റ്? അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പേജ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് എപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത്, നമുക്ക് എപ്പോഴാണോ ക്യാഷ് കിട്ടുന്നത്, ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് കടം വാങ്ങി പോയെന്ന് വിചാരിച്ചോ, ആ ക്യാഷ് നമുക്ക് റിയലൈസ് ചെയ്താലേ ആണ് നമ്മൾ അത് റെക്കോർഡ് ചെയ്യുക അക്കൗണ്ടിങ്ങിൽ. അതിനെയാണ് നമ്മൾ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മളുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ലാസ്റ്റ് വൺ റിയലൈസേഷൻ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് മലയാളത്തിലാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. നിങ്ങളിത് ഞാൻ പറഞ്ഞ ക്ലാസ് മാത്രം കേട്ടാൽ പോരാ, നിങ്ങളുടെ ബുക്ക് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക, എന്നാലേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഈ കൺസെപ്റ്റ് പോലെ തന്നെയാണ് എന്ത് കൺവെൻഷൻസ് എന്ന് പറയുന്നതും. അക്കൗണ്ടിങ്ങിൽ ഒരുപാട് കൺവെൻഷൻസ് പഠിക്കാനുണ്ട്. എല്ലാം നമുക്ക് പഠിക്കേണ്ട, ഒരു 4 എണ്ണമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺവെൻഷൻസ് വരുന്നത്. ഏതൊക്കെയാണ്? കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി, കൺവെൻഷൻ ഓഫ് കൺസർവേഷൻ. അതിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങി അല്ലെ, ബിസിനസ്മാൻ ആണ് നമ്മള്. ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മള് ഫസ്റ്റ് ഇയറിൽ, അതായത് ആദ്യത്തെ വർഷം നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ്, അതേ പ്രിൻസിപ്പിൾസ്, അതേ മെത്തേഡ് തന്നെ ആയിരിക്കണം നമ്മൾ അടുത്ത വർഷവും ചെയ്യേണ്ടത്. അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാല്, അക്കോർഡിംഗ് ടു കൺവെൻഷൻ, അക്കൗണ്ടിങ് കൺവെൻഷൻ refers to common practice which are usually followed in recording and presenting accounting information of a business entity. Accounting conventions are evolved through the regular and consistent practice the year to facilitate uniform recording in the books of accounts. അതായത് നമ്മൾ യൂണിഫോംലി ആയിരിക്കണം നമ്മളുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ വർഷം നമ്മൾ ഒരു രീതിയിൽ റെക്കോർഡ് ചെയ്ത് അടുത്ത വർഷം വേറെ രീതിയിൽ റെക്കോർഡ് ചെയ്ത് അങ്ങനെ പാടില്ല. നമുക്ക് ഹൊറിസോണ്ടലിയും നമ്മുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടലിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, വെർട്ടിക്കലിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെയിം ആയിരിക്കണം അടുത്ത വർഷം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്തതാണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാല് നമ്മള് കള്ളത്തരൊന്നും കാണിക്കാൻ പാടില്ല. അതായത് അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ, തെറ്റുകളൊന്നും വരുത്താതെ, തെറ്റുകൾ മീൻസ് അതായത് ഫുൾ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒമിഷൻ ചെയ്യാൻ പാടില്ല. ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ അടുത്ത കൺസെപ്റ്റ് ആണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മളിപ്പോ എന്താ ഒരു ഫർണിച്ചർ വാങ്ങി, അത് വലിയൊരു എമൗണ്ടിന്റെ ഫർണിച്ചർ ആണ്, അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഇനിയിപ്പോ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങൂലേ, അതായത് ഇപ്പം സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം എന്നാ പറയുന്നത്. മെറ്റീരിയാലിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതായത് അത് നമ്മളുടേതായ ഒരു രീതിയിൽ ഇത് ബിസിനസിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ, ഒരു ഫർണിച്ചർ വാങ്ങുക എന്ന് പറയുന്നത് വലിയ എമൗണ്ടിന്റെ ഒരു ഇതാണ്. അപ്പൊ അത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. മറ്റേത് എന്താണ്, സ്റ്റേഷനറി എന്നൊക്കെ പറയുന്ന സമയത്ത് ചില്ലറ എമൗണ്ടിന്റെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മാറ്റി വെച്ചിട്ട് ചെയ്യണം. അതാണ് മെറ്റീരിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. കൺവെൻഷൻ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മള് ഫ്യൂച്ചറിലുള്ള ലോസസ്,
നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം എന്നാ പറയുന്നത്. ഫ്യൂച്ചറിൽ വരുന്ന ലോസസ്, നഷ്ടങ്ങൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം. ഒരിക്കലും പ്രോഫിറ്റ് അല്ല, ലോസസ് ആണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലാസ്റ്റ് കൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കൺസെപ്റ്റാ പഠിച്ചത്, കൺവെൻഷൻസാ പഠിച്ചത്? കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി, കൺവെൻഷൻ ഓഫ് കൺസർവേഷൻ. അപ്പൊ നമ്മളുടെ സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുക, അതിന്റെ കൂടെ തന്നെ സെക്കൻഡും തേർഡും കംപ്ലീറ്റ് ആക്കി പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.